സർഗകൈരളി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഗണപതി എന്ന ബാലകഥയുടെ 9ാം ഭാഗം കേൾക്കാം. രചന വിജയാശാന്തൻ കോമളപുരം. അവതരണം ഗായത്രി ജഗദീശൻ. എന്തോ ശബ്ദം കേൾക്കുന്നല്ലോ. അവർ ചുറ്റും നോക്കി. ഒന്നും കാണാൻ കഴിയുന്നില്ല. മിന്നാമിന്നികൾ അങ്ങിങ്ങായി പാറി പറക്കുന്നുണ്ട്. മിന്നാമിന്നിയെ എണ്ണി നോക്കി. എണ്ണാൻ പറ്റുന്നില്ല. തെറ്റിപ്പോകുന്നു. ആകാശത്തെ നക്ഷത്രങ്ങൾ എണ്ണുന്നത് ഇതിലും എളുപ്പമാണെന്ന് കാതറിന് തോന്നി. മുകളിൽ നക്ഷത്രങ്ങളെ കാണാൻ പറ്റുമോ എന്ന് നോക്കി. കഴിഞ്ഞില്ല. പക്ഷേ അതിശയിപ്പിക്കുന്ന ഒരു ദൃശ്യം കണ്ടു. അവർ കയറിയ മലയുടെ മുകളിൽ നിന്നും കുന്നിന്റെ ഒരു ഭാഗം നിരങ്ങി നിരങ്ങി താഴോട്ട് വരുന്നു. ഇതെന്തൊരു അത്ഭുതം! ഖാദർ വേഗം സാജനെ വിളിച്ചുണർത്തി. നമ്മൾ കയറിയ മലയല്ലേ? അതിന്റെ ഒരു ഭാഗം താഴേക്ക് വരുന്നത് പോലെ സാറിന് കാണാൻ പറ്റുന്നില്ലേ? അത് മലയുടെ ഭാഗമല്ല. ഒരാന മലയുടെ മുകളിൽ നിന്നും താഴേക്ക് തെന്നിയിറങ്ങുന്നതാ. ദേ, ആ ആന താഴെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഓ മൈ ഗോഡ്! അവിടമാകെ തീ പടർന്നിരിക്കുന്നു. കാട്ടുതീ ആയിരിക്കുമോ സാറേ? കാട്ടുതീയല്ല. ആരെങ്കിലും മനഃപൂർവ്വം തീയിട്ടതാകാനേ വഴിയുള്ളൂ. ഖാദറെ, ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. നമ്മൾ വന്ന ആ വഴിയിൽ കൂടി ആരോ എന്തൊക്കെയോ ചുമ്മിക്കൊണ്ടു പോകുന്നു. നോക്കിയിട്ട് ഒന്നും വ്യക്തമാകുന്നില്ല. ആ തീ ജ്വാലയുടെ വെട്ടത്തിൽ എന്തൊക്കെയോ നീങ്ങുന്നത് പോലെ കാണാം. ആരെയും കാണാൻ കഴിയുന്നില്ല. ഈ ഇരുട്ടത്ത് നമ്മൾ എങ്ങനെ അവിടെ എത്തി അന്വേഷിക്കും? നമ്മൾ അവിടെ കണ്ട സാധനങ്ങളൊക്കെ കടത്തുകയായിരിക്കും. ആരായാലും ഈ കാട് അവർക്ക് സുപരിചിതമായിരിക്കും. എന്തായാലും നേരം വെളുക്കട്ടെ, നമുക്ക് അന്വേഷിക്കാം. പോലീസ് സേന അപ്പോഴേക്കും എത്തിച്ചേരുമല്ലോ സാറേ. അതാ നോക്കൂ, ഒരു ആനയല്ലേ ആ കുന്നിൻ ചെരുവിൽ കൂടി ഈർന്ന് താഴോട്ട് വരുന്നത്. ഒന്നിനു പുറകെ ഒന്നായി എത്ര ആനകൾ! അതെ സാർ, ആനകൾ തന്നെ. മനുഷ്യരെ പോലെ ഈ ആനകൾ താഴേക്ക് ഊർന്നിറങ്ങി വരുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ആനകൾ. സാറേ, അവിടേക്ക് 10, 12 ജീപ്പുകൾ വരുന്നുണ്ട്. നമുക്ക് അവിടം വരെ പോയാലോ സാറേ? ശരിയാ, നമുക്ക് അവിടം വരെ പോയി നോക്കാം. പക്ഷേ വേദികയും ഡാഡിയും നല്ല ഉറക്കത്തിലാണ്. അവരെ തനിച്ചാക്കി എങ്ങനെ പോകും? കാവലായി ആരെങ്കിലും ഇവിടെ വേണമല്ലോ ഖാദറെ. അപ്പോഴേക്കും നാഗി ചിറകടിച്ച് പറന്ന് അവിടേക്ക് ചെന്നു. പിന്നാലെ ചുട്ടനും. അവരെ കണ്ട് അങ്ങോട്ട് നോക്കിയ സാജനും ഖാദറും ഞെട്ടിപ്പോയി. ഒരു പറ്റം ആനകൾ. എല്ലാവരുടെയും തുമ്പിക്കൈയിൽ ഓരോ ഗ്യാസ് കുറ്റി. അവർക്ക് പിന്നാലെ ഒരു പറ്റം ആളുകൾ. അവർക്കു പിന്നാലെ കയ്യാമം വെച്ച 21 ചെറുപ്പക്കാർ. അവർക്കും പിന്നാലെ പോലീസ് സേന. കണ്ടാൽ പട്ടാളക്കാരാണെന്ന് തോന്നും. അവർ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് ആ രീതിയിലുള്ളതായിരുന്നു. ആരവവും ബഹളവും കേട്ട വേദികയും ചാണ്ടി തോമസും ഉണർന്നു. ചുറ്റിനും എന്താണ് നടക്കുന്നതെന്നും മറ്റും തിരിച്ചറിയാൻ ഏതാനും നിമിഷങ്ങൾ വേണ്ടി വന്നു. കയ്യാമം വെച്ചിരിക്കുന്നവരിൽ ദൃഷ്ടി പതിഞ്ഞു. ഒറ്റ നോട്ടത്തിൽ തന്നെ ചാണ്ടി തോമസ് തിരിച്ചറിഞ്ഞു ആ സാമൂഹ്യദ്രോഹിയെ. അവരുടെ കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു. ചാണ്ടി തോമസിന്റെ കൈ തരിച്ചു. നിയന്ത്രണം നഷ്ടപ്പെട്ടവനെ പോലെ ഓടിച്ചെന്നു അവന്റെ 2 കവിളത്തും ഓരോന്ന് പൊട്ടിച്ചു. എന്നിട്ട് അലറി, ഇതിനു വേണ്ടിയാണോടാ റാസ്കലെ നീ ഈ പാപങ്ങളൊക്കെ ചെയ്തു കൂട്ടിയത്? സാജൻ ഓടി വന്ന് ചാണ്ടി തോമസിനെ പിന്തിരിപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷെ കഴിഞ്ഞില്ല. മോനെ, ഇവനാണ് നേതാവ്. രാഘവൻ സാറിന്റെ കുടുംബം തകർത്തവനാ. ചാണ്ടി, എടാ ചാണ്ടി. ചാണ്ടി ചാണ്ടീന്ന് ഇത്ര ലാഘവത്തോടെ ആരാ വിളിക്കുന്നത്? അപ്പോഴേക്കും വിളിച്ചയാൾ അടുത്തെത്തിക്കഴിഞ്ഞു. അവർ പരസ്പരം കണ്ടു. കണ്ണുകൾ പരസ്പരം സംസാരിച്ചു.
രണ്ടുപേരുടെയും കണ്ണിൽ നിന്നും ആനന്ദ കണ്ണീർ ഒഴുകി. സാറേ, സാറിന്റെ മോളെ കാണണ്ടേ? എന്റെ മോൾ എവിടെടാ ചാണ്ടി? സാറിനെ എവിടെയൊക്കെ അന്വേഷിച്ചു, കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ അന്വേഷണം ഇതാ ഇവിടെ വരെ എത്തി. കല്ലിലിപ്പുറം രാഘവനും ചാണ്ടി തോമസും പരസ്പരം കെട്ടിപ്പിടിച്ചു. കൊച്ചു കുട്ടികളെപ്പോലെ കരഞ്ഞു. അപ്പോഴേക്കും സാജൻ വേദികയെ അവരുടെ സമീപം കൊണ്ടുവന്നു. ചാണ്ടി തോമസ് വേദികയുടെ കൈ പിടിച്ച് രാഘവന്റെ കയ്യിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, അന്നു മോളെ വിളിച്ചു കൊണ്ടുവരാൻ എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത്? അന്നവൾക്ക് 10 വയസ്സ് പ്രായം. വർഷങ്ങൾ എത്ര കടന്നുപോയി. മോളെ എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചു. സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ എന്താണെന്നറിയില്ല, വേദിക പൊട്ടിക്കരഞ്ഞു. അവൾ കണ്ണുകൾ തുടച്ചു. അപ്പോഴേക്കും നേരം പുലർന്നു. ആ കാട്ടുപ്രദേശം പോലീസുകാർ വളഞ്ഞിരുന്നു. ഒരു ഭാഗത്ത് 500-ൽ പരം ഗ്യാസ് കുറ്റികൾ, വേറൊരിടത്ത് മൃഗങ്ങളുടെ തോലുകൾ അട്ടിയായി അടുക്കി വച്ചിരിക്കുന്നു. മറ്റൊരിടത്ത് 2 പെട്ടികൾ, സ്വർണ്ണക്കടകളിൽ നിന്നും മോഷണം പോയ കിലോ കണക്കിനുള്ള സ്വർണം, കൂടാതെ 500-ന്റെ കുറെ കള്ളനോട്ടുകൾ. എല്ലാത്തിനും കാവലായി ആനകൾ നിൽക്കുന്നു. ആരെയും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. പോലീസ് സേനയിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ എത്തിയിട്ടുണ്ട്. പക്ഷേ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. നമ്മൾ ഇങ്ങനെ നിന്നാൽ പറ്റില്ലല്ലോ, ഒരു പരിഹാരം വേണ്ടേ? ആരോ പറഞ്ഞു. ഗണപതി വരാതെ ഒന്നും നടക്കത്തില്ല. ചുട്ടൻ പറഞ്ഞത് കേട്ട് എല്ലാവരും അവനെ നോക്കി. നാഗി പോയിട്ടുണ്ട്, അധികം വൈകാതെ അവരെത്തും. നാഗി വരുന്നുണ്ടോ എന്ന് അവൻ നോക്കി. അതാ നാഗി വരുന്നുണ്ട്. നാഗി പറന്നു വന്ന് ചുട്ടന്റെ തോളിലിരുന്നു. എല്ലാവരും ഗണപതി വരുന്നുണ്ടോ എന്ന് നോക്കി. അതാ അങ്ങ് ദൂരെ ഒരനക്കം. ഗണപതി വരുന്നതായിരിക്കുമോ? വാരിക്കുന്തധാരികളായ കുറച്ചാളുകൾ അവിടേക്ക് വരുന്നു. പിന്നാലെ ഒരാനയും. ആനയ്ക്ക് പച്ച നിറമായിരുന്നു. ഇതെന്താ ഈ ആനയ്ക്ക് പച്ച നിറം? എല്ലാവരും കുശുകുശുത്തു. അതാ ഞങ്ങളുടെ ഗണപതി വരുന്നത് കണ്ടോ? ഒരു ജീപ്പ് അവിടെ വന്ന് നിന്നു. രാഘവനും ചുട്ടനും നാഗിയും സാജനും വേദികയും ജീപ്പിനടുത്തേക്ക് ഓടി. അതിൽ നിന്നും അരവിന്ദനും ഗണേശനും സോനുവും അമ്മയും പുറത്തേക്കിറങ്ങി. ജീപ്പിൽ പ്രായമായ ഒരു സ്ത്രീ. ഇവർ ആരാണ്? വേദികയുടെ മനസ്സിൽ പലതും മിന്നിമറഞ്ഞു. അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. അമ്മ, എന്റെ അമ്മ, അമ്മേ. അവൾ ഓടിച്ചെന്നു. അമ്മ പ്രതികരിച്ചില്ല. ഇത് കണ്ട് ഗണേശൻ ഷർട്ട് ഊരി മാറ്റി. ജീപ്പിലുണ്ടായിരുന്ന ഫ്രോക്ക് എടുത്ത് അണിഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. പെട്ടെന്നവർ പ്രസന്നവതിയായി. എന്റെ മോള് വന്നോ? അവർ ജീപ്പിൽ നിന്നും പുറത്തിറങ്ങി. പെൺകുട്ടിയുടെ വേഷത്തിൽ നിൽക്കുന്ന ഗണേശനെ മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു. കല്ലേലിപ്പുറം രാഘവൻ വിലങ്ങണിഞ്ഞു നിൽക്കുന്ന വിഷ്ണുരാജിന്റെ നേർക്ക് കൈയുയർത്തു. നിന്റെ അച്ഛൻ, ആ കള്ളൻ രാമചന്ദ്രൻ നായർ, ഈ കാഴ്ച കാണാൻ ജീവിച്ചിരിപ്പുണ്ടോടാ? കള്ളന് കഞ്ഞി വയ്ക്കുന്ന SP ഏമാൻ എന്റെ കുടുംബം ഇല്ലാതാക്കാൻ നോക്കി. ഒരു കമ്പുകൊണ്ട് അവന്റെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് തുടർന്നു. നിന്നെയും നിന്റെ കൊള്ള സംഘത്തെയും അടിച്ചമർത്തിയതിൽ പ്രധാനി നീയും നിന്റെ അച്ഛനും ഇല്ലാതാക്കാൻ ശ്രമിച്ച എന്റെ മകൻ അർജുന. നിന്നെ ഈ കോലത്തിൽ കാണാൻ കഴിഞ്ഞല്ലോ. നിന്റെ ഉഷിരും വാശിയുമൊക്കെ എവിടെ പോയടാ? ഈ സാമൂഹ്യ ദ്രോഹികളായ കൊടും കുറ്റവാളികളെ മുന്നിൽ നിർത്തി കുറെ കളിച്ചതല്ലേ? എന്നിട്ട് എന്തു പറ്റി? ഒരാനയുടെ മുമ്പിൽ മുട്ടിടിച്ച് നിൽക്കേണ്ടി വന്നില്ലടാ. എന്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ എത്ര ശ്രമിച്ചു. എന്റെ മക്കളെ എനിക്ക് നഷ്ടപ്പെട്ടില്ലേ? ഒരു ഡോക്ടറായ എന്റെ ഭാര്യയെ മനോരോഗിയാക്കിയില്ലേ? നിന്നെയും കൂട്ടാളികളെയും തളച്ചതാരാ? ഒരാന. എന്റെ മകന്റെ വളർത്തു മകനാണവൻ, ഗണപതി. എത്രയോ വർഷമായി നിങ്ങളെ അമർച്ച ചെയ്യുവാൻ പരിശ്രമിക്കുന്ന
സത്യസന്ധമായ ഉദ്യോഗസ്ഥന്മാരെ ഇല്ലായ്മ ചെയ്ത് എത്രയെത്ര കുടുംബങ്ങളാ അനാഥമാക്കപ്പെട്ടത്. ഒന്നിനും ഒരു തെളിവും ഉണ്ടായിരുന്നില്ലല്ലോ. ഇതാ നിന്റെ രാജവാഴ്ച ഇന്നിവിടെ അവസാനിച്ചിരിക്കുന്നു. രാജൻ ബാബു IPS അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. ഒറ്റ നോട്ടത്തിൽ രാഘവൻ രാജൻ ബാബുവിനെ തിരിച്ചറിഞ്ഞു. പരസ്പരം ഹസ്തദാനം ചെയ്തു. സാറേ, ഇന്നു തന്നെ ഇവരെയെല്ലാം കോടതിയിൽ ഹാജരാക്കണം. എന്നിട്ടിവരെ സെൻട്രൽ ജയിലിൽ അടയ്ക്കണം. ഫോർമാലിറ്റീസ് ഒക്കെ വേഗം ചെയ്തു തീർക്കണം. അതുപോലെ തന്നെ തൊണ്ടി മുതലുകൾ ജീപ്പിൽ കയറ്റാൻ വേണ്ട സഹായവും ചെയ്തു തരണം. എല്ലാം റോഡിലെത്തിക്കണം. വണ്ടികൾ കിടക്കുന്നത് അവിടെയാണ്. ഞങ്ങളെല്ലാം കാൽനടയായിട്ടാ വന്നത്. വിവരം അറിയിച്ചപ്പോൾ തന്നെ ഞങ്ങൾ പുറപ്പെട്ടു. ഒരു നിമിഷം പോലും പാഴാക്കിയിട്ടില്ല. ശരി, അങ്ങനെയാവാം. ഗണപതി, ഇതെല്ലാം ചുമ്മി റോഡിൽ എത്തിച്ചു കൊടുക്കണമെന്ന്. എന്താ, നിനക്ക് സമ്മതമാണോ? ഗണപതി തലയാട്ടിക്കൊണ്ട് ചിഹ്നം വിളിച്ചു. പെട്ടെന്ന് എല്ലാ ആനകളും സടകുടഞ്ഞെണീറ്റു. എന്നിട്ട് ഓരോരുത്തരായി തുമ്പിക്കൈ കൊണ്ട് എടുക്കാവുന്ന അത്രയും സാധനങ്ങളും പെട്ടികളും ഗ്യാസ് കുറ്റികളുമായി വരി വരിയായി കാട്ടുപാതയിൽ കൂടി വേഗത്തിൽ നടന്നു. ഇത് കണ്ട് കാട്ടിൽ മറഞ്ഞിരുന്ന മറ്റ് കാട്ടാനകളും എത്തി. 2 മണിക്കൂർ നേരത്തെ പ്രയത്നം കൊണ്ട് എല്ലാ വസ്തുവകകളും റോഡിൽ എത്തിച്ചു കൊടുത്തു. ഇത്രയധികം ആനകളെ ഇതിനു മുമ്പ് ആരും കണ്ടിട്ടില്ല. സ്ഥലത്തെത്തിയ പത്രക്കാരും മാധ്യമപ്രവർത്തകരും അവരുടെ ചിത്രങ്ങൾ വീഡിയോയിൽ പിടിച്ചുകൊണ്ടിരുന്നു. ആനകളുടെ കൂട്ടായ്മ എല്ലാവരെയും ആനന്ദത്തിൽ ആറാടിച്ചു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത കഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.